ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ല. അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയും. ഇതായിരുന്നു എൻ്റെ വിദ്യാഭ്യാസകാലം. അതിനേക്കാളേറെ ക്ലേശകരമായ പശ്ചാത്തലത്തിൽ ബാല്യം പിന്നിട്ട 2 യുവാക്കളുടെ വിജയച്ചടങ്ങിലായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. IPS റാങ്കുകൾ കരസ്ഥമാക്കിയ രാജേന്ദ്രനും ജിമ്മി ജോർജും ഈ ലോ കോളേജിന്റെ അഭിമാനവും മാതൃകയുമായി നിങ്ങളുടെ മുന്നിലിരിക്കുമ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടോ, ചെറുപ്പത്തിൽ അവരനുഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും? ആനന്ദത്തോടെ, അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഈശ്വരന്റെ കരസ്പർശമേറ്റ വിദ്യാർത്ഥികളാണിവർ. ഈ മഹത് മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരാൾ കൂടി ഈ വേദിയിൽ വേണ്ടിയിരുന്നു. ഈ കുട്ടികളെ എടുത്തു വളർത്തി ഈ നിലയിലെത്തിച്ച DGP അബ്ദുൾ റഹ്മാൻ സാഹിബ്. ഹജ്ജ് തീർത്ഥാടനത്തിനായി മെക്കയിൽ പോയിരിക്കുന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു പുണ്യമാണ് ഈ ചടങ്ങ്. ആ വലിയ മനുഷ്യന്റെ മക്കൾ ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹത്തോളം ഉയരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവർക്കുള്ള മംഗളം ആശംസിക്കുന്നതിനോടൊപ്പം ഈ ഉപഹാരം ഏറ്റുവാങ്ങുവാൻ അവരെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക, സാർ എന്തിനാ ഏത് സ്റ്റേജിൽ കയറിയാലും ആ പന്നൻ DGP മക്കളെ ഇതുപോലെ പൊക്കുന്നേ? താക്കാൻ എടോ മണ്ടച്ചാരെ, പൊക്കിയാലല്ലേ താക്കാൻ പറ്റൂ. ആ എന്തായി? അവിടുത്തെ എയർപോർട്ടിൽ തടസ്സമില്ലെന്ന മെസ്സേജ്. കസ്റ്റംസ് ക്ലിയറൻസിനുള്ള ഏർപ്പാടൊക്കെ ചോട്ടാബാബു ചെയ്തു കഴിഞ്ഞു. ഏതാ ഫ്ലൈറ്റ്? AI897. നാളെ വൈകിട്ട് 4:30. അയ്യോ അത് വേണ്ട, അതേ ഫ്ലൈറ്റിൽ തന്നെ ആ കാലമാണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്. ഹജ്ജ് കഴിഞ്ഞ് വരുന്ന DGP അബ്ദുൾ റഹ്മാൻ. അതുകൊണ്ട് തന്നെ ആടോ അതേ ഫ്ലൈറ്റ് ഞാൻ പ്രിഫർ ചെയ്തത്. അബ്ദുൾ റഹ്മാൻ മാത്രമല്ല, കൂടെ മൗലവിയുമുണ്ട്, അബ്ദുൽ ഖാസിം മൗലവി. സൗദിയിൽ നിന്ന് സാധനം കയറിപ്പോകുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. കുഴപ്പം ഇവിടുത്തെ എയർപോർട്ടില്ല. സെക്യൂരിറ്റി കോർഡിനേഷൻ വളരെ ശക്തമാണ്. അവരുടെ കണ്ണിൽ മണ്ണ് വാരിയിട്ടിട്ട് വേണം സാധനം പുറത്തു കടത്താൻ. ഇത്തവണ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് പൊട്ടാസ്യം ക്ലോറേറ്റോ പന്നിപ്പടക്കമോ അല്ല, RDX ആണ്. RDX. അല്ല, എയർപോർട്ടിൽ നിന്ന് ഇതെങ്ങനെ പുറത്തു കടത്തും? ആർക്കും സംശയം തോന്നാതെ സാധനം പുറത്തു കടത്താൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. DGP അബ്ദുൾ റഹ്മാൻ. സലീം സാർ. പിന്നെ ഇവനല്ലേ ഉള്ളത്, DGPയുടെ ഡ്രൈവർ. എല്ലാം സേഫായിട്ട് എത്തിയല്ലോ. വെരി ഗുഡ്. ഓക്കെ. മക്കൾ രണ്ടും വലിയവരാകാൻ പുണ്യഭൂമിയിൽ പ്രാർത്ഥനയ്ക്ക് പോയതാ ആ വലിയ മനുഷ്യൻ. തിരിച്ചു വന്നപ്പോ കിട്ടിയ സമ്മാനം രാജ്യദ്രോഹിയുടെ വളർത്തസൻ പട്ടം. ഒരാളുടെ നാവിലെ സത്യം മാത്രം എനിക്കറിഞ്ഞാൽ മതി. പണ്ട് ഇല്ലിക്കപ്പള്ളിയുടെ കുശിനിപ്പുറത്ത് ഒരു കീറ തുണിക്കീഴിൽ വന്നടിഞ്ഞ് ജീവിതം ആരംഭിച്ച 2 പേരിൽ ഒരാളുടെ, നിന്റെ. ഇപ്പൊ നീ ആ രാജു അല്ല. എന്തിനായിരുന്നടാ നിനക്ക് പണം? ചോദിച്ചും ചോദിക്കാതെയും വാപ്പ കൈനിറയെ തരുന്നതൊന്നും പോരാഞ്ഞിട്ടോ? പറയടാ. കുറ്റം നിഷേധിക്കാത്തിടത്തോളം കാലം എനിക്ക് നീ ഒരു ക്രിമിനൽ മാത്രമാണ്. ദേശദ്രോഹിയായ ക്രിമിനൽ. നാം തമ്മിലുള്ള അവസാന കൂടിക്കാഴ്ചയാണിത്. ഇനി ജിമ്മി നിന്നെ തേടി വരില്ല ഒരിക്കലും. ഒരു സോടാന്നേ. ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല മോനെ. ഇത്തിരി ദൂരേന്നാ. ഒരു സെറ്റ് കൂടി വേണം.
മാർക്കറ്റിൽ ഒരൊറ്റ യൂണിയൻ മതി കേട്ടോ. 4, 3, 7 പേരുടെ യൂണിയൻ അല്ലാടാ ഇത്. അകത്തോട്ടും പുറത്തോട്ടും ഒരു ഉള്ളിത്തൊലി പറക്കണേല് ഇന്ന് ഈ ചന്തയിൽ ഞങ്ങളാ തീരുമാനിക്കുന്നത്. പോടാ പോടാ. എന്താ ഇവിടെ പ്രശ്നം? അതിവിടെ സാധാരണയാ. ഇതാണ് മോനെ ശരിക്കുള്ള വെള്ളരിക്കാ പട്ടണം. ഇവിടുന്ന് ജയിച്ച ആഭ്യന്തരമന്ത്രിയായ ഭാസ്കരന്റെയും അയാളുടെ ചങ്ങായി ഒരു DYSPയുടെയും ബലത്തിലാണ് ഈ സൈത്താന്മാരുടെ വിളയാട്ടം. മന്ത്രിയുടെ യൂണിയനാണ് യൂണിയൻ. പഠിപ്പുള്ള പിള്ളേരാ മറ്റേ പാവത്തങ്ങൾ. കുടുംബം പോറ്റാനാ ചന്തയിൽ വരുന്നത്. അവരെ അതിനും സമ്മതിക്കൂല ഈ കാലമാടന്മാര്. ദേ ഉടുമ്പ് രാജപ്പന്റെ ജീപ്പാ വരുന്നത്. മോനെ നീ ഇവിടെ നിൽക്കണ്ട, ഓടി രക്ഷപ്പെട്ടോ. ഈ വാളിന് ജീവനുണ്ട്. ഇതിനിടയ്ക്ക് ചോര വേണം. എവിടെ ഹീറോ ജെയിംസ് ബോണ്ട്? എന്തോ അപ്പോൾ പെൺകേടികളും ഹീറോയെ അന്വേഷിച്ചു തുടങ്ങിയല്ലേ? കൊള്ളാം. ദേ ചെറുക്ക, ലോഹ്യം ചോദിക്കുന്നതിനൊക്കെ വേറെ നിറം കൊടുക്കരുതേ. കയ്യിലിരിക്കുന്നത് കണ്ടല്ലോ. അയ്യോ, സോണി കൊച്ചു ലോഹ്യം ചോദിച്ചായിരുന്നല്ലേ? ഞാൻ വിചാരിച്ചു ഈ പ്രേമം കൊണ്ട് അന്വേഷിച്ചതാണെന്ന്. അയ്യോ, സംഭവം ഞാൻ എത്തേണ്ട ചെവിയിൽ എത്തിച്ചോളാം. എന്തോന്ന് ഈ പ്രേമേ വാടാ. കാപ്പി കൈപ്പുണ്യമുള്ള കാപ്പി വേണോ കയ്പുള്ള കാപ്പി വേണോ? അല്ല, വെറുതെ രൂപ 2 കളയണ്ടല്ലോ എന്ന് കരുതി ചോദിച്ചാണേ. ആക്ഷൻ ഹീറോ കാപ്പി വന്നേ. കൈപ്പുണ്യമുള്ള കാപ്പിയാണല്ലോ. എടീ, ആദ്യത്തെ വരവിന് തന്നെ വില്ലനെ അടിച്ചൊതുക്കി കരുത്ത് തെളിയിക്കുന്ന ഹീറോ.
പിന്നെ കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളുള്ള കാപ്പിക്കട തേടിപ്പിടിച്ച് കൂട്ടുകാരുമായി എത്തുന്ന ഹീറോ. അവിടെ വെച്ച് കാപ്പിക്ക് കുറ്റവും പറഞ്ഞ് ഷൈൻ ചെയ്ത് ഇറങ്ങിപ്പോകുന്ന ഹീറോ. ഇപ്പൊ തന്നെ രംഗം 3 അടുത്ത നായികയുടെ സിമ്പതി പിടിച്ചു പറ്റില്ല. അതിന്റെ ലക്ഷണമൊക്കെ മണക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതൊക്കെ ഏതാണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോടി. പടത്തിന്റെ പേര് നീ ഓർക്കുന്നുണ്ടോ? ഉണ്ടോടി? കുറച്ചു നേരമായാലോടി നീ ഒന്ന് ചെലക്കാൻ തുടങ്ങിയിട്ട്. നിന്റെ സിനിമാ കഥയില് ഇത് കൂടെ അങ്ങ് ചേർത്തേക്ക്. തൂക്കിയെടുക്കാനല്ലേ ഉള്ളൂ. നമ്മുടെ ആൾക്കാരെല്ലാം കൂടിയാ ആ യൂണിയൻ അങ്ങ് അടിച്ചു പൊളിച്ചൂടെ? പോരെങ്കില് മഫ്തിയിൽ കുറെ പോലീസിനെയും വിടാം. ആരോടാടോ പോലീസെ താനിതൊക്കെ പറയുന്നത്? സ്വന്തം കിടപ്പുമുറിയിൽ കഞ്ചാവ് ഒളിപ്പിച്ചപ്പോ കാലിന്റെ ഇടയിൽ കൈയും വെച്ച് സുഖമായി കിടന്നുറങ്ങിയ തന്നോടൊന്നും ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കൂടപ്പിറപ്പുകളെ തമ്മിൽ തല്ലിച്ച് കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ആ പഴയ ഫോർമുലയുണ്ടല്ലോ, ഡിവൈഡ് ആൻഡ് റൂൾ. കറക്റ്റ്, വണ്ടർഫുൾ ഐഡിയ. An young, energetic, ambitious police officer. ചേട്ടനോട് ചൊറിച്ചിലുള്ള ഒരു അനിയൻ. അംഗം അവര് തമ്മിലാവട്ടെ. കൂട്ടക്കൊലയോ ബോംബ് സ്ഫോടനമോ നടന്നാൽ മാത്രം ഓടിയെത്തുകയും അല്ലാത്ത സമയം ഓഫീസ് മുറിയിൽ കഥകടച്ചിരിക്കുകയും ചെയ്യുന്നവരാണ് പോലീസ് സൂപ്രണ്ട്മാർ എന്നൊരു ധാരണ ഇവിടെ ആർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടു. അടങ്ങി ഒതുങ്ങി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു തൊഴിലാളി നേതാവും പുറം ലോകം കാണില്ല. മനസ്സിലാണ സർ? ഇത്തരം ചവിട്ട് നാടകങ്ങൾ നടത്തിയാലൊന്നും നിയമം നടപ്പിലാവില്ല സർ. ഇത് വെറും ചീപ്പ് പോപ്പുലാരിറ്റി. പിന്നെ പോലീസിന്റെ പ്രകടനങ്ങൾ കണ്ട് പൊതുജനം കൈയടിച്ച ചരിത്രവുമില്ല. ഓഹോ, നീ എന്നെ ചരിത്രം പഠിപ്പിക്കുകയാണോ? പഠിപ്പിക്കാനാണെങ്കിൽ ഒരുപാട് പഠിപ്പിക്കാനുണ്ട് സർ. പക്ഷേ തൽക്കാലം ആ പണിക്ക് ഞാനില്ല. പക്ഷെ ഞാനുണ്ട്. നിന്നെ പോലുള്ള സബ് ഹ്യൂമൻ ക്രിമിനലുകളുടെ ഗുണ്ടായുസവും മോഡേൺ ടെററിസവും നിർത്തലാക്കാൻ കരുതിയിരുന്നു. എനിക്ക് കരുതാൻ ഒന്നേ ഉള്ളൂ, എന്തും ചെയ്യാനുള്ള ചങ്കൂറ്റം. പക്ഷേ നിനക്ക് ഞാൻ മറ്റൊന്നുകൂടി കരുതിയിട്ടുണ്ട്. എന്താ ഇത്? എന്താ ഇതെന്ന്? ലാഭം പട്ടാളം. പോലീസിന്റെ കരുത്തെന്ന് പറയുന്നത് ഈ മിലിറ്ററി അടിവച്ചേ. നീ ആ സോഡയുടെ തൊപ്പി അങ്ങോട്ടൊന്ന് തെറിപ്പിച്ചേ. എണീക്കടോ. സൗകര്യത്തിന് കൊണ്ടുവന്ന് വെച്ച് മോന്താൻ ഇത് തന്റെ അച്ചിവിടാണെന്ന് കരുതിയോ? എണീക്കാൻ. എണീക്കാൻ. എടി വച്ചേ, നിന്നെ എനിക്ക് നല്ല മുഖപരിചയമുണ്ടല്ലോ. ഓ, പിടികിട്ടി പിടികിട്ടി. എടോ വർഗീസേ, ഇത് പഴയ റെസ്ക്യൂ കേസാണോ? ആണോ? റെസ്ക്യൂ. സ്വപ്നകുമാരിയും മേരിക്കുട്ടിയും എല്ലാരും ഉണ്ടല്ലോ. അപ്പൊ മറ്റേ ഇടപാടിനുള്ള സഹകരണ സംഘമാണല്ലേ? ദേ നിൽക്കുന്നു ഒരേ തൂവൽ പക്ഷികൾ. എങ്ങനെ ഉണ്ട് മക്കളെ ബിസിനസ് ഒക്കെ? ക്ലച്ച് പിടിച്ചോ? പോലീസ് വരട്ടൊക്കെ പബ്ലിക് റോഡില്. സോണിയുടെ വേണ്ട. ഇറങ്ങടോ. എടീ പെടക്കോഴികളെ, നിന്നെ ഒക്കെ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് സ്പിരിറ്റ് രംഗപ്പൻ നല്ലടി. ചെവിയെ വിളിക്കൂ. കാണാം. ഒന്ന് നിൽക്കണം സാർ. ഡ്യൂട്ടിക്ക് തടസ്സം ഉണ്ടാക്കാൻ മാറിയിക്ക. ഡ്യൂട്ടിയുടെ കാര്യത്തിൽ സാറിന് വിട്ടുവീഴ്ചയില്ലെന്ന് എനിക്കറിഞ്ഞൂടെ? പോക്കറ്റിൽ കഞ്ചാവ് തിരികെ ലോക്കപ്പിൽ അടയ്ക്കുക, കാറിനകത്ത് ബോംബ് വെച്ച് പോലീസ് നായ്ക്കളെ കൊണ്ട് പിടിപ്പിക്കുക, ശ്വാസം മുട്ടിച്ച് കൊന്ന പ്രതി കടലിൽ ചാടിച്ചെന്ന് റിപ്പോർട്ട് എഴുതുക, ഇതൊക്കെയല്ലേ മിസ്റ്റർ കൃഷ്ണകുമാർ നിങ്ങളുടെ ഡ്യൂട്ടികൾ? അഴുക്കുചാലുകൾ കടന്നു കയറി തന്തയാരാണെന്ന് അറിയാതെ വളർന്നവൻ. പക്ഷേ പേരിനൊരു തന്തയുണ്ടായിട്ടും തന്തയില്ലായ്മ തരം മാത്രം കാണിക്കുന്നവരാണ് നീ. യു ആർ റിയലി എലിജിബിൾ ടു ബി കോൾഡ് ആസ് എ ബാസ്റ്റർഡ്. കടയിലിരുന്ന് മദ്യപിക്കാൻ ശ്രമിച്ച 2 പോലീസുകാരെ ഓടിച്ചു വിട്ടതാണ് ഈ പാവം പെൺകുട്ടികൾ ചെയ്ത അപരാധം. ആ പക വീട്ടാനാണ് ഇവരോട് എത്തിയിരിക്കുന്നത്. അതിന് നമ്മൾ അനുവദിച്ചുകൂടാ. പാവം പെണ്ണുങ്ങള് വ്യഭിചാര കുറ്റത്തിന് റെസ്ക്യൂ റൂമിൽ അടയ്ക്കപ്പെട്ടവരാ ഇവളമാരെല്ലാം. പാവം പോലും. I am SP ജിമ്മി ജോർജ്. ഡിവൈഎസ്പി കൃഷ്ണകുമാറിനെയും മറ്റും പുഞ്ചപ്പുഴ മാർക്കറ്റിന്റെ അടുത്ത് തടഞ്ഞു വെച്ചിരിക്കുന്നു. ഇറ്റ്സ് എ ഫ്രഷ് സ്റ്റേജ്. പ്ലീസ് ബി റെഡി. നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് ന്യായവിരോധമായ ജനക്കൂട്ടമാണ്. പിരിഞ്ഞു പോയില്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും.
മസൂരിയിലെ IPS ട്രെയിനിങ് ക്യാമ്പിൽ ടേംഡ് ഹോഴ്സിന്റെ പുറത്തു കയറിയ പരിശീലനം ഇവിടെ സാധാരണക്കാരന്റെ പുറത്തു കയറി നിരങ്ങാനുള്ള ലൈസൻസ് ആണ് നിങ്ങൾ ധരിക്കരുത് സർ. സ്റ്റോപ്പ് ഇറ്റ് മാൻ. പോലീസിനെതിരെ ജനക്കൂട്ടത്തെ സംഘടിപ്പിച്ച് ആളാകാൻ ശ്രമിക്കരുത്. ഭീകരവാദങ്ങളും ബോംബ് സംസ്കാരം വളർത്താൻ നീ തെരഞ്ഞെടുത്ത സ്ഥലം തെറ്റി. മൂവ് ഔട്ട്. എനിക്ക് ആളാവാൻ ഇത്തരം ഒരു ജനക്കൂട്ടത്തിന്റെ ആവശ്യമില്ല സർ. ഒരു തീവ്രവാദിയുടെ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ പിൻബലം വേണ്ട. എന്റെ തീവ്രവാദം നീതിക്ക് വേണ്ടിയാ, സത്യത്തിന് വേണ്ടിയാ. പക്ഷെ നിങ്ങളോ ആർക്കു വേണ്ടിയാണ് സാർ ഈ സാഹസങ്ങളൊക്കെ? രാജ്യദ്രോഹികളുടെയും കുറ്റവാളികളുടെയും തമ്പുരാനെ ആഭ്യന്തരമന്ത്രിക്ക് ഗുണ്ടാപ്പണി ചെയ്തു കൊടുക്കാൻ ഇതുപോലൊരു നക്ഷത്രച്ചിനോ കാക്കിയുടുപ്പണി നിങ്ങൾ എത്തേണ്ടതില്ല മിസ്റ്റർ ജിമ്മി ജോർജ് IPS. നിർത്തറ. നിന്റെ കവലപ്രസം കേൾക്കാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. പിരിഞ്ഞു പോയില്ലെങ്കിൽ വെടിവെക്കോ എറിഞ്ഞു കൊല്ലോ എന്ത് വേണേലും ആവാ സർ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ ഡ്യൂട്ടി. പക്ഷെ അതിനു മുമ്പ് ഒരു അപേക്ഷയുണ്ട്. ഈ നിൽക്കുന്ന പോലീസുകാർ അങ്ങനെ നിന്ന് പരിശോധിക്കണം പ്ലീസ്. പരിശോധിക്കണം സർ. You are all suspended. Wait. ഇയാളെ സസ്പെൻഡ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യാം. I promise you. എങ്ങനെയുണ്ട് സാറേ? കാക്കിയും തൊപ്പിയും കാണിച്ച് പാവപ്പെട്ട പെണ്ണുങ്ങളെ വിരട്ടുന്നത് തന്റെ പഴയ പോലീസ് വിദ്യ ഉണ്ടല്ലോ, അതൊക്കെ ഇറക്കിയെടുത്തോളം മതി. ഡിപ്പാർട്ട്മെന്റ് ചീത്തപ്പേരുണ്ടാക്കാതെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ ഇനി ഇതുപോലെ വിളിപ്പിക്കേണ്ടി വരില്ല. അതല്ല അഴിഞ്ഞാടാനാണ് തന്റെ ഭാവമെങ്കിൽ അടുത്തൂൺ പറ്റാൻ 55 വരെ കാത്തിരിക്കേണ്ടി വരില്ല. ആ കൃഷ്ണകുമാറിന് പോവാം. സർ. വെൽ ഡൺ മിസ്റ്റർ ജിമ്മി ജോർജ്. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു മാൻ. എന്നാലും സാർ അതൊരു വല്ലാത്ത ഷെയിംഫുൾ ഇൻസിഡന്റ് ആയിപ്പോയി. സോറി. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ കുറ്റം എന്റേത് കൂടിയാണ്. രാഷ്ട്രീയമെന്നും എനിക്കൊരു ലഹരിയായിരുന്നു. അടക്കി ഭരിക്കാനും ഒന്നാമനാകാനുമുള്ള മോഹം. അതിനായി വൃത്തികെട്ട നിരവധി പടവുകൾ ചവിട്ടിയാണ് ഇന്ന് ഈ കസേര വരെ എത്തിയത്. ഉയരങ്ങളിലെത്താൻ പലരും നടുവളച്ചു തന്നിട്ടുണ്ട്, ബലമായി ചവിട്ടി കയറിയിട്ടുമുണ്ട്. DYSP കൃഷ്ണകുമാറിനെ പോലുള്ള ധാരാളം പേർ. പക്ഷേ വയ്യ. ഇനിയും പഴയ ഭാസ്കരനെ തുടരാൻ എനിക്ക് വയ്യ. പശ്ചാത്താപത്തോടെ പറയട്ടെ ജിമ്മി, മുന്നോട്ട് എനിക്ക് തലയോർത്ത് നിൽക്കാനാവണം. ഡിപ്പാർട്ട്മെന്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു ശക്തിയും ഹോം മിനിസ്റ്ററുടെ ഇടവും വലവും ഇനി വേണ്ട. എന്നാൽ സത്യസന്ധനും വിശ്വസ്തനുമായ ഒരാൾ എന്റെ ഒപ്പം ഉണ്ടാവുകയും വേണം. ഇന്നു മുതൽ എന്റെ ഒപ്പം നിങ്ങളല്ല, നിങ്ങളുടെ ഒപ്പം ഞാനാണ്. യു ക്യാൻ ബിലീവ് മീ. അല്ല, താൻ ഇങ്ങനെ നിസ്സാര കാര്യത്തിനൊക്കെ മൂഡ് ഓഫ് ആയാലോ? പിന്നെ വൈകിട്ടെന്ന് കാരണം ഒന്ന് ചിരിക്കടോ. വരണം DYSP മിസ്റ്റർ കൃഷ്ണകുമാർ. ഭരണതലത്തിൽ ഒരു ജനപ്രതിനിധിയെക്കാളേറെ സ്വാധീനമുള്ള പോലീസ് ഓഫീസർ. ബി സീറ്റഡ്. സർ. തന്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ ചുവന്ന വഴിക്ക് വരയ്ക്കാത്ത ഒരൊറ്റ പേജ് പോലുമില്ലല്ലോ. DYSP കൃഷ്ണകുമാറിനെ തിരുത്തി എഴുതാൻ കഴിയാത്ത ഒരേ ഒരു സർക്കാർ രേഖ. ഒരു പോലീസുകാരന് വേണ്ട മിനിമം യോഗ്യത എന്തെങ്കിലും തനിക്കുണ്ടോ? ഇല്ല. സിറ്റിയിലെ പിടിച്ചുപറിക്കാരന് മുതൽ മറൈൻ ബിസിനസിന്റെ മറവിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരന് വരെ പാറാവ് നിൽക്കുന്ന എ ബ്ലഡി റോക്ക്. കൊള്ളിവെപ്പുകാരന്റെയും നക്ഷത്ര വേശികളുടെയും ഗസ്റ്റപ്പോ, സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ റൈറ്റ് ഹാൻഡ് കോൺസ്പിറേറ്റർ. നിന്നെ ഞാൻ ഇന്ന് സസ്പെൻഡ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ ഗവൺമെന്റ് ഓർഡർ വാങ്ങി യൂണിഫോം ഇട്ട് എന്റെ മുന്നിൽ വന്ന് പല്ലിളിച്ച് കാണിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ആ മണ്ടത്തരം കാണിക്കില്ല. പോലീസിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു DGPയും ഒരു DYSPക്ക് ഇത്തരം ഒരു ശിക്ഷ നൽകിയിട്ടുണ്ടാവില്ല. ബട്ട് യു റിയലി ഡിസേർവ് ഇറ്റ്. ഗെറ്റ് ലോസ്റ്റ്.